വെളിപ്പാടുകൾ സകല മനുഷ്യനും ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിലും എന്നാൽ ആ വെളിപ്പാടുകൾക്ക് കീഴടങ്ങാതെ ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കാത്ത ഒരു കൂട്ടരെ കുറിച്ച് അവിടെ പൗലോസ് പറയുകയാണ്, അങ്ങനെ ഉള്ളവർക്ക് തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കേണ്ടതിന് ദൈവം അവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം അവരുടെ നിയന്ത്രണത്തിൽ സാധാരണ അവരെ ഭരിക്കുന്നില്ല, ദൈവാത്മാവ് അവരെ ഭരിക്കുന്നില്ല, മാനുഷിക തലത്തിൽ നടക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവര്, അനീതിയുള്ളവര്, കൊരളക്കാരും എന്നൊക്കെ അതിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവേ, നാളെയെ കുറിച്ച് ഒരു ചിന്ത അല്ലെങ്കിൽ നാളെയെ കുറിച്ച് എന്തായി തീരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അത് പലപ്പോഴും അസ്തമിക്കാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. എന്നാൽ ദൈവാത്മാവിനോട് നമ്മൾ ഉപദേശം ചോദിച്ചാൽ, കർത്താവിനോട് നമ്മൾ ഡയറക്ഷൻ ചോദിച്ചാൽ, കർത്താവ് പറയും, ഭയപ്പെടേണ്ട, നീ ഇന്ന സ്ഥാനത്ത് നിൽക്കും, നീ ഇന്ന മേഖലകളിൽ നിൽക്കേണ്ടവനാണെന്ന് കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. പ്രിയരെ, എങ്ങനെ ഇത് അറിയാനായി കഴിയുന്നത്? ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടോ, ദൈവം നമ്മളോട് ഇടപെടുന്നുണ്ടെന്ന് എങ്ങനെ അറിയാൻ കഴിയുന്നത്? ഇത് അറിയണമെങ്കിൽ ദൈവവചനം നമ്മൾ വായിച്ചേ പറ്റത്തുള്ളൂ. കർത്താവിന്റെ ഹിതം അറിയണമെങ്കിൽ യഹോവഭക്തനായ മനുഷ്യൻ എന്ത് ചെയ്തിരിക്കും? അനുദിനം അവൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ പ്രമാണം എന്താണ് പറയുന്നത് എന്ന് അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്, പരിശുദ്ധാത്മാവിനാൽ അനുദിനം അവൻ നിറയപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അവൻ എന്ത് ചെയ്തിരിക്കും? ആ അനുദിന നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അതാണ് പൗലോസിന്റെ, പത്രോസിന്റെ എല്ലാ ജീവിതത്തിൽ നമുക്ക് കാണാനായി കഴിയുന്നത്. പരിശുദ്ധാത്മാവ് അവരെ, യേശുവിന്റെ ആത്മാവ് അവരെ വിലക്കി എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എങ്ങനെ ഇടപെടണം എന്നുള്ളതായ ഒരു നിർദ്ദേശം ദൈവാത്മാവ് നമുക്ക് നൽകിയിരിക്കും. ഒന്നുകിൽ ദൈവവചനത്തോട് നമ്മൾ അനുദിനം അടുക്കുക, ദൈവവചനം നമ്മളെ ഉപദേശിക്കും എങ്ങനെ നടക്കണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് അനുദിനം നമ്മൾ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുക, ആത്മാവിനാൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് നമുക്ക് ഉപദേശിച്ച് നൽകും. ഇന്ന് രാത്രി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം.